ലൈംഗിക അധിക്ഷേപ കേസിൽ ജാമ്യം കിട്ടിയിട്ടും ജയിൽ മോചിതനാകാതിരുന്ന ബോബി ചെമ്മണ്ണൂരിനെ കുടഞ്ഞ ഹൈക്കോടതി നാടകം കളിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകിയ കോടതി ജാമ്യം റദ്ദാക്കുമെന്നും വേണ്ടിവന്നാൽ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുമെന്നും അഭിഭാഷകനെ അറിയിച്ചു. എന്തും വിലയ്ക്ക് വാങ്ങാമെന്നും കരുതരുത്. ബോബിക്ക് വേണ്ടി അഭിഭാഷകൻ മാപ്പ് പറഞ്ഞെങ്കിലും കേസ് അല്പസമയത്തിനകം വീണ്ടും പരിഗണിക്കും. ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷമുള്ള ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതികരണം പ്രോസിക്യൂഷൻ ഹാജരാക്കും. ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ചാണ് നടപടി. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഇന്ന് രാവിലെ 2 തവണയാണ് ഈ വിഷയം ഹൈക്കോടതി പരിഗണിച്ചത്. അതിനുശേഷം ഇപ്പോൾ പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷമുള്ള ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതികരണങ്ങൾ ഹാജരാക്കാനാണ്. ഈ വിവരങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ടോ? കേസ് ഇപ്പോൾ പരിഗണിക്കുകയാണോ? നിലവിലിപ്പോൾ ഈ കേസ് കോടതി പരിഗണനയ്ക്ക് എടുത്തിരിക്കുന്നു. അതായത് ബോബി പറയുന്നത് ഇങ്ങനെയാണ്: മാധ്യമപ്പട വന്ന് ചുറ്റിയപ്പോൾ സംഭവിച്ചു പോയതാണ് ആ പ്രതികരണം എന്നാണ് ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ പറയുന്നത്. എന്തായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതികരണം എന്നിപ്പോൾ പ്രോസിക്യൂഷനോട് കോടതി വീണ്ടും ചോദിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് പറയുന്നത്, ഇങ്ങനെ പറയുന്നു. ബോബിയുടെ അഭിഭാഷകൻ പറയുന്നത് മാധ്യമപ്പട വന്ന് ചുറ്റിയപ്പോൾ അറിയാതെ സംഭവിച്ചു പോയതാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത് ബോബി ചെമ്മണ്ണൂർ. താൻ ഈ ഇന്നലത്തെ റിമാൻഡ് പ്രശ്നങ്ങളുടെ കാര്യം പറഞ്ഞതിനെ കുറിച്ചാണ് ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് താൻ മനഃപൂർവ്വം പറഞ്ഞതല്ല, മാധ്യമപ്പട വന്ന് ചുറ്റിയപ്പോൾ സംഭവിച്ചു പോയി. ഇതാണ് ബോബിയുടെ ന്യായീകരണം. ശ്രീകാന്ത്, അത് മാത്രമല്ലല്ലോ, ഇന്നലെ തന്നെ ജാമ്യ ഉത്തരവ് നൽകിയിട്ടും എന്തുകൊണ്ട് പുറത്തിറങ്ങിയില്ല എന്നൊരു കാര്യം കൂടി കോടതി പരിഗണിക്കില്ലേ? ഏതായാലും ബോബി ചെമ്മണ്ണൂരിന് എന്തുകൊണ്ട് ജാമ്യം ലഭിച്ചിട്ടും കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയില്ല എന്നതാണ് ഹൈക്കോടതി ഗൗരവമായി പരിഗണിക്കുന്നത്. കോടതിയെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് പോയാൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഉണ്ടാകുന്നുണ്ട്. എന്തും വിലയ്ക്ക് വാങ്ങാമെന്ന് കരുതരുതെന്നും ബോബി ചെമ്മണ്ണൂരിന് കോടതി മുന്നറിയിപ്പ് നൽകി. ഏതായാലും ഇപ്പോൾ ഈ കേസ് വീണ്ടും പരിഗണിക്കുകയാണ്. ഇന്ന് സ്വമേധയാ ഈ വിഷയം പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി. പ്രോസിക്യൂഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നതാണ് കോടതി ആരാഞ്ഞത്. ആ കാര്യങ്ങളാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ പ്രതിഭാഗം പറയുന്നത് ആ സമയം മാധ്യമങ്ങൾ വളഞ്ഞപ്പോൾ പറഞ്ഞു പോയതാണ് എന്നതാണ്. ശ്രീകാന്ത്, കോടതിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പരാമർശങ്ങൾ വരുന്നുണ്ടോ? ഗോകുൽ, ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ പറയുന്നത് മെട്രോയുടെ പണി നടക്കുന്നതിനാൽ ഇന്നലെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ട്രാഫിക് ബ്ലോക്ക് കാരണമാണ് സമയത്ത് ഈ ജാമ്യ ഉത്തരവ് കോടതിയിൽ എത്തിക്കാൻ സാധിക്കാതിരുന്നത് എന്ന് പറയുന്നു. അതായത് നിലവിലിപ്പോൾ ഇന്നലെ എന്തുകൊണ്ട് നിങ്ങൾ പുറത്തിറങ്ങിയില്ല എന്ന ചോദ്യത്തിന് പറയുന്ന കാര്യം ഇപ്രകാരമാണ്: വലിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു, മെട്രോയുടെ പണി നടക്കുകയായിരുന്നു, അതിനാൽ തനിക്ക് സമയത്ത് സ്ഥലത്തെത്താൻ സാധിച്ചില്ല എന്ന് അഭിഭാഷകൻ പറയുകയുണ്ടായി. അതേസമയം പറയുന്ന കാര്യം, ഇന്ന് രാവിലത്തെ പ്രതികരണം എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അതൊരു വലിയ മാധ്യമപ്പട തനിക്ക് ചുറ്റും വന്നുകൂടി, ആ ഘട്ടത്തിൽ പറഞ്ഞു പോയതാണ് എന്ന് ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകൻ പറയുന്നു. നിരുപാധികം മാപ്പപേക്ഷിക്കാൻ തയ്യാറാണ് എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. കോടതിയെ അപമാനിക്കുന്നതാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ നടപടി എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കുന്നത്. സംഭവിച്ച കാര്യങ്ങളിൽ സങ്കടമുണ്ട് എന്ന് ബോബി ചെമ്മണ്ണൂർ പറയുന്നുണ്ട്. കോടതിയെ അപമാനിക്കുന്നതാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ നടപടി എന്ന പരാമർശത്തോടാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ നിരുപാധികം മാപ്പപേക്ഷ നടത്താൻ തയ്യാറാണെന്ന് പറഞ്ഞതും സംഭവിച്ച കാര്യങ്ങളിൽ സങ്കടമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചതും ബോബി സ്വന്തം കാര്യം നോക്കൂ എന്ന് കോടതി ഇപ്പോൾ പറയുന്നു. ഈ റിമാൻഡ് തടവുകാരുടെ സുരക്ഷ അല്ലെങ്കിൽ റിമാൻഡ് തടവുകാരെ പുറത്തിറക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് കോടതി ഇപ്പോൾ അങ്ങനെ ഒരു പരാമർശം നടത്തിയത്. അതായത് ഈ റിമാൻഡ് തടവുകാരുടെയൊക്കെ കാര്യം നോക്കാൻ ഇവിടെ വേറെ സംവിധാനമുണ്ട്, ബോബി സ്വന്തം കാര്യം നോക്കൂ എന്നാണ് ഇപ്പോൾ കോടതി ബോബി ചെമ്മണ്ണൂരിനോട് പറഞ്ഞിട്ടുള്ളത്. ശ്യാംകുമാർ കൂടി ചേർന്നുണ്ട്. ശ്യാം, ഈ ജയിലിൽ കിടന്നുള്ള ആക്ടിവിസം അല്ലെങ്കിൽ അവിടെ കിടന്നുകൊണ്ടുള്ള പബ്ലിസിറ്റി സ്റ്റണ്ടിനെതിരെ കോടതി രൂക്ഷമായ വിമർശനങ്ങളിലേക്ക് പോവുകയാണ്. ഒരു റീൽ ഷൂട്ട് ചെയ്യുന്ന ലാഘവത്തോടുകൂടിയൊക്കെ ഈ വിഷയങ്ങളൊക്കെ പുറത്തു വന്ന് പറഞ്ഞാൽ പണി വീഴും അല്ലെങ്കിൽ പണി വരും എന്നതാണ് ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ പരാമർശങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തുകൊണ്ട് പുറത്തിറങ്ങാൻ വൈകി അല്ലെങ്കിൽ ജാമ്യം ലഭിച്ചിട്ടും എന്തുകൊണ്ട് പുറത്തിറങ്ങിയില്ല ഇന്നലെ എന്ന ചോദ്യത്തിന് യുക്തമായൊരു മറുപടി നൽകാൻ സാധിക്കില്ലല്ലോ. തീർച്ചയായും. കാരണം ഇന്ന് രാവിലെ നമ്മൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകനുമായി സംസാരിച്ചപ്പോൾ അഭിഭാഷകൻ പറയുന്നത് ഇന്നലെ അവിടെ എത്താനായിട്ട് താമസിച്ചത് ഈ ബ്ലോക്കിൽ കുടുങ്ങിയത് കൊണ്ടാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നലെ വൈകുന്നേരം ഏകദേശം 6 മണിയോടുകൂടി തന്നെ ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകർ അവിടെ എത്തിയിരുന്നു.
അവർ ആ ജാമ്യ ഉത്തരവുമായി അവിടെ എത്തിയെങ്കിലും ജയിലിലേക്ക് കയറേണ്ട എന്ന ബോബി ചെമ്മണ്ണൂരിൻ്റെ അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് അവർ അവിടെ നിന്ന് കുറച്ചുനേരം നിന്ന ശേഷം പിന്നീട് മടങ്ങിപ്പോവുകയായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനങ്ങൾ ഏറ്റതിന് പിന്നാലെ നിമിഷങ്ങൾക്കകമാണ്, ഏകദേശം 5 മിനിറ്റ് പോലും എടുത്തില്ല, ആ ഉത്തരവ് ജയിലിനുള്ളിലേക്ക് കൊടുത്തുവിടുന്നു. ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങുന്നു. വളരെ വേഗത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ച് ഒരു കാറിൽ ബോബി ചെമ്മണ്ണൂരിനെ തള്ളിക്കയറ്റി കൊണ്ടുപോവുകയായിരുന്നു അവിടെ നിന്ന് ഉണ്ടായത്. അപ്പോഴും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് ജയിലിനുള്ളിൽ കഴിഞ്ഞിരുന്ന ആളുകളെ കുറച്ച് പേർക്ക് ഇറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല, അവർക്ക് വേണ്ടി താൻ അവിടെ സമയം ചിലവഴിച്ചു എന്നാണ്. അതായത് നിലവിലുള്ള കേരള ലീഗൽ സർവീസ് അതോറിറ്റി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇത്തരം തടവുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ആ സംവിധാനങ്ങൾ ഉള്ളപ്പോഴാണ് അതിനെ പോലും വില കുറച്ച് കാണിച്ചുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു അഭിപ്രായ പ്രകടനം ഉണ്ടായത്. തടവുകാരെ ഇറക്കാൻ ഒരു സംവിധാനം ഇല്ല എന്നുള്ള രീതിയിൽ. ഏതായാലും അതുകൂടിയാണ് ഒരുപക്ഷെ കോടതിയെ ചൊടിപ്പിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം സംസ്ഥാനത്ത് ഹൈക്കോടതിയുടെ നേതൃത്വത്തിലാണ് KLCയുടെ പ്രവർത്തനം ഉൾപ്പെടെ. ഒരു ഹൈക്കോടതി ജഡ്ജി തന്നെ അതിൻ്റെ ചുമതല വഹിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരമൊരു സാഹചര്യം ഉള്ളപ്പോഴാണ് ബോബി ചെമ്മണ്ണൂരും അഭിഭാഷകരും ഒക്കെ കോടതിക്കകത്തും പുറത്തുമൊക്കെ ഒരു വലിയ പൊറാട്ട് നാടകം തന്നെ കളിച്ചത്. അത് കോടതിയെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ്.